അസ്സാം വലൈക്കും ഹായ് ഓൾ. അപ്പോൾ നമുക്കില്ലേ 2 മണിക്കൂർ കൊണ്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കിച്ചണെല്ലാം ക്ലീൻ ചെയ്തിട്ട് കയറാലോ. രാവിലെ തന്നെ പോയിട്ട് വീട്ടുമുറ്റത്ത് കുറച്ച് നല്ല മാങ്ങ വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിപ്പോൾ എപ്പോഴും കുക്കറിൽ തന്നെ ആട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ടൈം കാണിച്ചാൽ എപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ഇപ്പോൾ വെക്കേഷനല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ, രാവിലെ നമ്മൾ അത്ര പെട്ടെന്നൊന്നും എഴുന്നേൽക്കുന്നില്ലല്ലോ. 8 മണി സ്റ്റാർട്ട് ചെയ്യുമോ, കാരണം എന്താ വെച്ചാൽ മുറ്റടിച്ച് അലക്ക് അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ മാങ്ങയില്ലേ തൊലി കുറച്ച് കട്ടി കൂടുതലുണ്ട്, പക്ഷേ എന്താ ഭയങ്കര മധുരം, എന്തൊരു മധുരമെന്ന് പറയാൻ. ഇതിലാദ്യമൊക്കെ കുറച്ച് വലിയ മാങ്ങയാണ് കേട്ടോ കയക്കൽ. ഇപ്പം ഇത് ചെറുതായി വരുന്നുണ്ട്. ഇനി അടുത്ത വർഷം ഇതിലും ചെറുതാവുമോ അറിയില്ല. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ തൊലി കുറച്ച് കട്ടിയാണെങ്കിൽ പോലും എന്താ പറയുക, അങ്ങനെ മധുരം എന്ന് പറഞ്ഞാൽ അങ്ങനെ മധുരമുള്ളതാണ് കേട്ടോ. ഞാൻ തോലോടുകൂടി മുറിച്ച് മിക്സിയിലിട്ട് ജ്യൂസ് ആക്കലുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെള്ളം തിളച്ചാൽ ചോറിൻ്റെ അരി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിലടിച്ചിട്ടാൽ നമ്മൾ ചോറ് റെഡി. എത്ര സമയം ഞാൻ എപ്പോഴും ഇല്ലേ നമ്മളെ കുടുക്കയിലാണ് ചോറുണ്ടാക്കൽ. പക്ഷേങ്കിൽ ആ കുടുക്കയിൽ വെക്കുന്ന ചോറിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല കുക്കറിൽ വെച്ചാൽ. പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ, കുടുക്കയിൽ വെച്ച ചോറില്ല നമ്മൾ എത്ര പുറത്ത് വെച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും കേടായി പോവില്ല. ഇതെല്ലാം വേഗം വളിച്ചു പെട്ടെന്ന് ഫ്രിഡ്ജിൽ കൊണ്ടാക്കണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി ഉച്ചക്ക് തിന്ന ഉടനെ തന്നെ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് നമുക്കില്ല അപ്പോഴത്തേക്ക് ഒരു വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടേ. പിന്നെ ഇതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടോ, കുറച്ച് തോരൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റുമാണ്. നമ്മൾ പിന്നെ പ്രസിദ്ധമായൊരു റെസിപ്പിയാണ്, എല്ലാവരും റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഊർമിള ഉണ്ണി പറയുന്ന ആ ഒരു റെസിപ്പിയില്ലേ, കോവിലങ്ങളിലെ മാമ്പഴ പുളിശ്ശേരി. നാവ് ഉളുക്കല ഇപ്പോൾ കുറച്ചായിട്ട് എന്താണെന്നറിയില്ല. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയതോടുകൂടി സംസാരിക്കുമ്പോൾ പോലും ഇപ്പം എൻ്റെ നാവ് എപ്പോഴും ഉളുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര് കണ്ണ് വെച്ചതാണോ എന്നറിയില്ല. പിന്നെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ വിക്ക് പോലെ വരുന്നു. മക്കളൊക്കെ ഇവിടുന്ന് കളിയാക്കാൻ തുടങ്ങിയിട്ട് ഉമ്മ എന്ത് പറഞ്ഞാലും മിസ്റ്റേക്കാണല്ലോ ഉമ്മ, നാക്ക് ഉളുക്കുന്നുണ്ടല്ലോ നന്നായിട്ട് എന്നുള്ള. ഇപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ക്ലിയറായിട്ട് പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആരും കണ്ണ് വെക്കല്ല കേട്ടോ, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും തോരൻ വെക്കാൻ, നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി ഒരു ചോറ് തിന്നാനൊരു കൊതി. കാരണം അത്രയും മാങ്ങ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. നമ്മളെ നാട്ടുമാങ്ങ തന്നെ വേണം മാമ്പഴ പുളിശ്ശേരിക്ക്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ വലിയതായിരിക്കുമല്ലോ. പിന്നെ അതുമല്ല മാങ്ങക്ക് പ്രത്യേക രുചിയാണ്. നമ്മൾ മധുരം മാത്രമല്ല അതിന് പ്രത്യേക ഒരു ഫ്ലേവർ. ഓരോ മാവിനും ഓരോ മാങ്ങക്കും ഓരോ പ്രത്യേക രുചികളല്ലേ. കടകളിൽ കിട്ടുന്ന മാങ്ങക്ക് ഒരു പ്രത്യേക ഒരു എന്താ പറയണ്ടേ, വലിയൊരു ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. മധുരം സാധാ ഒരു മാമ്പഴത്തിന് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ മാമ്പഴം, നിങ്ങൾക്ക് അറിയാമല്ലോ. വലിയ ടേസ്റ്റ് കടകളിലെ മാങ്ങക്കില്ല. നമ്മൾ ഇപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കിട്ടുന്നതേ. നേരെ മറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം വീടുകളിൽ ഉണ്ടാകുന്ന മാങ്ങ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് അതങ്ങനെ സെറ്റായി. ഇത് ഭയങ്കര ഈസി ആട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവർ പറയുന്നത് പോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ ഫോൺ ഓണാക്കി വെച്ചിട്ടാട്ടോ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇല്ലേ റീൽസിലെല്ലാം കാണാൻ വെച്ചിട്ട് ഒരു പ്രാവശ്യം എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കണം. നമ്മളിങ്ങനെയല്ലല്ലോ പച്ചമുളക് മഞ്ഞൾ മുളക് ഇട്ട് വേവിച്ചിട്ട് തേങ്ങയിൽ ജീരകവും തൈരൊക്കെ അരച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ ഇത് ഇന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരിപ്പയിലിട്ട് ഊറ്റി അതൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഇഷ്ടം നല്ല മൺകുടുക്കലെല്ലാം വെച്ച ചോറാണ്, ഒന്നൊന്നിനോട് തൊട്ടാതെ ഇടുന്ന ചോറുണ്ടല്ലോ അത്. പക്ഷെ തൽക്കാലം സാഹചര്യം അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി പോകും തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന എന്താണ്, രാത്രിയേക്കും രാവിലത്തേക്കും കൂടി ഒരു കറി. നമുക്കെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ രാവിലെയായി രാത്രിയായി, ബീഫ് കറി ഉണ്ടാക്കിയാൽ രാവിലത്തേക്കും രാത്രിയൊക്കെയായി, മാമ്പഴ പുളിശ്ശേരി തോരന് ചോറ് അത്രയും മതി നമുക്ക് ഉച്ചക്കേക്ക്. മീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഓടിപ്പിടിച്ച് ബീഫ് ക്ലീൻ ചെയ്ത് വന്നിന്. ആ ഒരു വീഡിയോ എന്നോട് എന്താണ് സ്കിപ്പായി പോയിക്കൊണ്ട് എടുക്കാൻ. ചില സമയത്ത് ഞാൻ അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണമല്ലോ, അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഗീ ഇട്ട് കൊടുത്തേ, പറയാൻ മറന്ന്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അവർ പറഞ്ഞത് കുറച്ച് തേങ്ങ മതിയെന്നാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുകൊള്ളൂ. എന്നെ സംബന്ധിച്ചത് എല്ലാത്ത തേങ്ങ ഇത്തിരി കൂടുതലാണ്. തൈര് ഇട്ടിട്ട് മഞ്ഞൾ മുളക് ഇട്ട് അരക്കാനാണ് പറയുന്നത്. അതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമുക്കില്ലേ ഇങ്ങനെ ചിലതുണ്ടാവുമല്ലോ ഫോണിലെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള. മാങ്ങ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ, എനിക്കും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരി തേങ്ങ അരച്ചോളൂ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് തുടങ്ങി കേട്ടോ കിച്ചണിൽ. ഞാൻ രാവിലെ 6 മണിക്കേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഉണ്ടാക്കി വെക്കല പതിവ്. പറ്റുന്നേയില്ല നമുക്ക്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ബാക്ക് ക്യാമറ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ കുറേ ദിവസമായി നിങ്ങളെല്ലാം കണ്ടിട്ട് എന്തായി ചൂടും ജോലി തിരക്കും എങ്ങനെയുണ്ട്. രാവിലെ ഇറങ്ങിക്കോട്ടോ, രാവിലെ ഇറങ്ങിയിട്ട് അതിന് ശരിയാ രാത്രി എന്താണ് ഈ കറണ്ട് പോക്കുകൊണ്ട് നല്ലോണം ഉറങ്ങാനും കഴിയുന്നില്ല. അപ്പോൾ പിന്നെ രാവിലെ അല്ലേ കുറച്ച് ഉറങ്ങാനും കഴിയാം. പിന്നെ എന്നിട്ട് വരുമ്പോഴത്തേക്ക് നല്ല വെയിൽ, അതിന് വെള്ളം ഭയങ്കര
സ്മെല്ലാട്ടാ. ഞാൻ ഈ ഒരു റെസിപ്പി ഇങ്ങനെ കണ്ടിട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിക്കില്ലേനു. കുറേ ആയി മാങ്ങ ഇങ്ങനെ കിട്ടുന്നുണ്ട്, ദിവസം ഉമ്മ പെറുക്കി കൊണ്ടുത്തരും. പക്ഷേ ഉണ്ടാക്കാൻ മടിയേനു. സാധാ ചോറും കറി ഇപ്പം ഉണ്ടാക്കൽ വളരെ കുറവാണ്. ഞാൻ എന്തെങ്കിലും ഇല്ലേ ചമ്മന്തിയോ എന്തെങ്കിലും എല്ലാം ടോപ്പിക്കാന്ന് വെച്ചാൽ ഈ ഒഴിച്ച് കറി ഉണ്ടാക്കലില്ല. ഇവിടെ കുട്ടികൾക്ക് അത് ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൈയോ ഒരു മീൻ പൊരിച്ചതോ ഒരു തൈരോ അങ്ങനെയല്ല ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടം. അതൊക്കെ ഞാനങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ച് മാമ്പഴ പുളിശ്ശേരി കൂട്ടിയിട്ട് ഒരു അടിപൊളി ചോറ് തിന്നണം എന്നുള്ള കൊതി കൊണ്ട് ഇറങ്ങിയതാ. ഞാൻ ഇങ്ങനെ തട്ടൊന്നും പൊതിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ കഴിയൂല, ഇതെല്ലാം ഊരിയിട്ടെ നമുക്ക് ഉണ്ടാക്കുക. കിച്ചണിൽ ഫാൻ ഇതാ അങ്ങനെ കറങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ കാറ്റും നിങ്ങൾ എത്തൂല. പിന്നെ അധികം നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് ഫാൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ചൂടും കിട്ടൂലല്ലോ. ഓൾറെഡി ഇപ്പോൾ ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആക്കണ്ടേ. അപ്പോൾ ഞാൻ ഇത് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരട്ടെ ഇതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം ചുള്ളിലെന്നത് ഞാൻ എന്താ പറയണ്ടേ, രാവിലെ എഴുന്നേറ്റ് മുട്ടയടിച്ച് അലക്കി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിൽ വന്നത്. എന്നിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ചപ്പാത്തിയും ബീഫ് കറിയും കൂടി ഉണ്ടാക്കണം. അതിന് നമുക്ക് പെട്ടെന്ന് ഒരു 10 മണിക്കേക്ക് കിച്ചണിൽ അങ്ങ് കയറിയാൽ പിന്നെ സാരമില്ല, പിന്നെ ഫാൻ്റെ ചുട്ടിലടി ഇരിക്കാമല്ലോ. സത്യമായിട്ട് പുറത്തുനിന്നുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ സമ്മതിക്കണം. എനിക്കും പണിയുണ്ട്, കുറച്ച് പോകാനുണ്ട്, പാക്കിങ് ബാക്കിയുണ്ട് കുറച്ചും കൂടിയും. അങ്ങനത്തെ ജോലികളെല്ലാം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ പോയി കാണിച്ചത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. തേങ്ങയിൽ അരച്ച് അതവിടെ സെറ്റാവട്ടെ. ഞാൻ കുറച്ച് തേങ്ങ ഇടും കേട്ടോ നമ്മളെ തോരൽ. അപ്പോൾ ബീഫ് കറി ഇപ്പോൾ ഉണ്ടാക്കുന്നതെല്ലാം എല്ലാം ഫടാഫട്ട് എന്ന് പറഞ്ഞ ആ രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഒക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വിസിലടിക്കും. അതിനുശേഷം തക്കാളി ഇട്ടിട്ട് വീണ്ടും ഒരു വിസിലടിക്കും. എല്ലാം വാടിക്കഴിഞ്ഞോ പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് ബീഫ് ഇട്ട് പിന്നെ അങ്ങനെ വിസിലടിപ്പിക്കും. ഇപ്പോൾ ഇതാട്ടോ കറി ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ ഇത് അവർ പ്രത്യേകം പറഞ്ഞിട്ട് ഗീ തന്നെ ചട്ടി കാച്ചണമെന്ന്. അങ്ങനെ ഗീ ഇട്ട് അതിലേക്ക് കടുക് ഉലുവ ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ടിട്ട് ആർക്കും വേണ്ടാത്ത കറിവേപ്പില അവർ പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ആർക്കും വേണ്ടാത്ത കറിവേപ്പില പറിക്കാൻ പുറത്ത് പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പറിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയലുണ്ട് എൻ്റെ വീട്, ഞാൻ കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങിക്കലില്ല. കാരണം അതിലേക്ക് അവർ തളിക്കുന്ന വിഷം, അതിലും ഭേദം നമ്മൾ കറിവേപ്പില യൂസ് ചെയ്യാത്തതാണ്. ഓക്കെ, എന്തിനാ നമ്മളെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടാൽ മതി. കാരണം മറ്റുള്ള പച്ചക്കറികളെ പോലെയല്ല പോലും കറിവേപ്പില അത്രയും എല്ലാം വിഷം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ എന്തോ ഞാൻ ഈ കറിവേപ്പില മല്ലിയില വാങ്ങോട്ടാ. മല്ലിയില പിന്നെ ബിരിയാണി വെക്കുമ്പോൾ ഇല്ലെങ്കിൽ തീരെ പറ്റില്ല. കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും അതില്ലെങ്കിലും നമുക്ക് ഒത്തുവപ്പിച്ച് കൊണ്ടുപോവാം. ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേങ്കിൽ ഇല്ലെങ്കിൽ പോവാമല്ലോ, പിന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ട്. അതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്, എല്ലാവർക്കും ആ ഒരു അഭിപ്രായം ആയിരിക്കണം എന്നില്ല. ഓക്കെ. അപ്പോൾ ചപ്പാത്തി പൊടി കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിതങ്ങ് ചുട്ട് വെക്കും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും നീ രാവിലെ തന്നെ ചുട്ട് വെച്ചാൽ രാത്രി എങ്ങനെയാണ് കഴിക്കുന്നതെന്നില്ല. രാത്രി ഒന്ന് ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിൽ അപ്പുറത്തോട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്ത് അപ്പോൾ ചുട്ട പോലെ തന്നെ ഉണ്ടാവട്ടെ. നല്ലോണം സോഫ്റ്റ് ഡോ ആക്കിയിട്ട് നമ്മൾ കുഴച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബീഫ് നല്ലോണം വരട്ടിയെടുത്തതാണ്, ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്തതാണ്. പിന്നെ കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി പോസ്റ്റിൽ പോകണം. പോസ്റ്റിൽ ഭയങ്കര പാടാണ്, നമുക്ക് പോയി ഇരുന്ന് അയക്കാനൊക്കെ അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ അർജൻറ്റായിട്ടുള്ള അവർക്ക് മാത്രം, നമ്മൾ മെയിൻലി അയക്കുന്ന TDC വഴിയാണ്. TDC പിന്നെ ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രം നമ്മൾ പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പോസ്റ്റിൽ ഇപ്പോൾ എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ അത് അവിടെ പോയി അയക്കണം. അതിൻ്റെ പാക്കിങ് ഒരുപാട് ബാക്കിയുണ്ട്. അതിനുശേഷം ഞാൻ ക്ലീനിങ് എല്ലാം മക്കളാട്ടോ ക്ലീനൊക്കെ ചെയ്തത്. ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം പോയി എൻ്റെ ജോലികളൊക്കെ കഴിച്ച് പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറുന്നാൻ വന്നതാണിത്. അപ്പോൾ ചോറിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയെ വേണ്ടു. ഞാൻ പിന്നെ ഇങ്ങനെ സാദാ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ വായിൽ എന്തെങ്കിലും പച്ചക്കറി അങ്ങ് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. പിന്നെ അവർക്ക് ഇഷ്ടം ബീട്രൂട്ടും ക്യാരറ്റും കൂടി തോരൻ വെച്ചതാണ്. തോരൻ തന്നെ നമ്മളിവിടെ വറവ് എന്നാട്ടോ പറയുക. തോരൻ എന്നൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാണ്ടിട്ട്. നമ്മൾ പറയും വറവുണ്ടാക്കി ഉച്ചയ്ക്ക് ചോറിന് വറവുണ്ടാക്കിക്കാനോ ഇങ്ങനെയല്ല ചോദിക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്ഥലമെല്ലാം കറക്റ്റായിട്ട് അറിയാം. അവനിപ്പോൾ പറയുന്നതിന് പ്രശ്നമില്ലല്ലോ. പിന്നെ ഇതില്ലേ കടുമാങ്ങ അച്ചാർ, തറിമാങ്ങ എന്ന് പറയും നമ്മളിവിടെ. അത് എൻ്റെ അമ്മായി തന്നതാണ്, കാരണവരുടെ ഭാര്യ തന്നതാട്ടോ. അപ്പോൾ ഒരു ബോട്ടിൽ എന്ന് പറയാം. അമ്മായിക്ക് ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഒരു തറിമാങ്ങ. പക്ഷേങ്കിൽ ഇതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ അവർ പറഞ്ഞ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നമ്മളുണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരി എന്നൊരു പുളിശ്ശേരിയേ ഇല്ല. നിങ്ങൾ എന്തായാലും മാസ്റ്റ് ട്രൈ. നിങ്ങൾക്ക് മാമ്പഴം കിട്ടുന്നുണ്ടെങ്കിൽ നാട്ടുമാങ്ങ കിട്ടുക അന്നെ എടുത്തോ, ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കുഞ്ഞു മാങ്ങ നോക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും മോൻ. അടാറ് ടേസ്റ്റ്. ലാസ്റ്റ് ചട്ടിയിലിട്ട് കുഴച്ച് ഞാൻ തിന്നു. ഇതേ വേണ്ടു ഇനി തോരനും വേണ്ട, പപ്പടവും വേണ്ട, അച്ചാറും വേണ്ട, ഒന്നും വേണ്ട. ഈ ചോറ് അങ്ങനെ അങ്ങ് കഴിച്ചാൽ നമ്മുടെ ചോറ് തിന്നാൽ അറിയേയില്ല. കാരണം ഞാൻ കുറേ കാലത്തിന് ശേഷമാട്ടോ ഇത്രയും ചോറ് കഴിക്കുന്നത്.
ഭയങ്കര ടേസ്റ്റിലും ചട്ടിയിൽ ആദ്യമായിട്ട് ഇത്രയും മാമ്പഴ പുളിശ്ശേരിയിലാക്കിയാൽ എപ്പോഴും പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടില്ല, ചട്ടിയൊക്കെ തുടച്ച് വടിച്ച് വെച്ചിട്ട് ആദ്യമായിട്ട് വല്ലപ്പോഴും എൻ്റെ ചോറിൻ്റെ പാത്രം ഇങ്ങനെ കാലിയായി കിട്ടുള്ളൂ. ഒരു ഗ്ലാസ് ശരിയാ വെച്ചത്, എന്നാലും അത് കാലിയായി കിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഡെയിലി വരാൻ നോക്കാം സമയം കിട്ടുമ്പോൾ ഒക്കെ. അപ്പോൾ ബൈ.